ബോസ്മാൻ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത ഒരു ആഹാരം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം എന്നെയും വിളിച്ചുകൊണ്ട് നേരെ പുള്ളിയുടെ ആന്റിയുടെ വീട്ടിലെത്തി. ചെന്നപ്പോ തന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി ആഫ്രിക്കൻ പേരയ്ക്കയും ആഫ്രിക്കൻ പഴവും, എന്നിട്ട് ഇതേ അപ്പുറത്തോട്ട് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു ബോസ്മാൻ ഏറ്റവും ഇഷ്ടമുള്ള കപ്പ, കൂട്ടത്തിൽ കഴിക്കാൻ നല്ല കിടിലം ബുഷ്മീറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഒരു മുട്ടം പന്നിയലിയെ തൂക്കി പിടിച്ചോണ്ടിരിക്കുന്നു. പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിന്ന് എന്റെ അടുത്ത് നമ്മുടെ ഇബ്രാഹിം പറയുക, ഇങ്ങോട്ട് വന്ന് ഇവനെ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ അങ്ങോട്ട് എടുക്കും ബോസ്മാൻ, എന്നിട്ട് അതിനെ ആ കനലിലോട്ടിട്ടൊന്ന് തീ കായ്ച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രോമോ സ്കിന്നും ഒക്കെ വെറുതെ ഇങ്ങനെ ഒരച്ച് കഴുകി ഇങ്ങെടുക്കാം. ഈ സമയം കൊണ്ട് ചേച്ചി അപ്പുറത്ത് തോലൊക്കെ കളഞ്ഞ് കപ്പ നന്നായിട്ട് കൊത്തി അരിയാൻ തുടങ്ങി. അങ്ങനെ ഏതായാലും ജീവിതത്തിൽ കുളിച്ചിട്ടില്ലാത്ത പെരിച്ചാഴിയെ ഇബ്രാഹിമിന്റെ അനിയൻ കുളിപ്പിച്ച് കിടത്തി. അങ്ങനെ പെരിച്ചാഴിയെ കട്ട് ചെയ്ത് ഓരോരോ പീസാക്കും തോറും ബോസ്മാന് ടെൻഷൻ കൂടി. ഇനി ഇവിടെ അധിക നേരം നിന്ന് കഴിഞ്ഞാൽ ഇവന്മാര് തന്നെ കൊണ്ട് തീറ്റിക്കും. ഒരു എമർജൻസി കോള് വന്നെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് തടി തപ്പിയെങ്കിലും ഇബ്രാഹിം ഉണ്ടോ വിടുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗേറ്റിന് വെളിയിൽ വന്ന് നിന്നിട്ട് ഇബ്രാഹിം വിളിക്കുക, ബോസ്മാൻ പെട്ടെന്ന് ഇറങ്ങി വാ, ഞാൻ പെരിച്ചാഴി ഫ്രൈ പാഴ്സലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പൊന്നണ്ണാ, നീ തന്നെ അങ്ങ് തിന്നു. ഒരു പുൽച്ചാടിയെ കാണുമ്പോൾ ഓടുന്ന ഞാനാ ഇനി ഒരു പെരിച്ചാഴിയെ തിന്നാൻ പോണത്.